കേരളത്തിലെ പിണറായി സർക്കാരിൻ്റെ പുനഃസംഘടന എന്തർത്ഥത്തിലാണ് ഈ പുനഃസംഘടന എന്ന് എത്ര ആലോചിച്ചിട്ടും നമുക്ക് മനസ്സിലാകുന്നില്ല. ഘടകകക്ഷികൾക്ക്, ഏക അംഗങ്ങളുള്ള ഘടകകക്ഷികൾക്ക് 2.5 വർഷം വീതം മന്ത്രിസ്ഥാനം നൽകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഏകാംഗ കക്ഷികളായ 2 പാർട്ടി പ്രതിനിധികൾ എന്ന് പറയപ്പെടുന്ന 2 അംഗങ്ങളെ ഇപ്പോൾ ഈ പുനഃസംഘടനയിൽ മന്ത്രിമാരാക്കുന്നത്. ആ പറയുന്നതിലും യാഥാർത്ഥ്യബോധമില്ല എന്നതിൻ്റെ തെളിവാണ് ശ്രീ KP മോഹനൻ. അദ്ദേഹം ഇപ്പോൾ അഖിലേന്ത്യാ പാർട്ടിയാണ്. ആ അഖിലേന്ത്യാ പാർട്ടിയിൽപ്പെട്ട KP മോഹനനെ മന്ത്രിയാക്കുന്നില്ല. അപ്പോൾ ഏതർത്ഥത്തിലാണ് ഇപ്പോൾ ഈ പറഞ്ഞ 2 ആളുകളെ മന്ത്രിസഭയിലേക്ക് എടുത്തിരിക്കുന്നത്? ജനങ്ങളോട് മറുപടി പറയാനുള്ള ബാധ്യത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഇടയ്ക്ക് ചില ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തിന് വശംവദരായി അവരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുവാൻ വേണ്ടി തയ്യാറാകുന്നത് എന്നതിൽ നിന്ന് നമുക്ക് എത്ര ആലോചിച്ചിട്ടും ഒരു ശരാശരി കേരളീയന് മനസ്സിലാക്കാൻ കഴിയാത്ത വസ്തുതകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന്, സഖാവ് VSൻ്റെ നേതൃത്വത്തിൽ ആദ്യ മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ ഇതേപോലെ തന്നെ ഇതിൽ കുറവ് ഭൂരിപക്ഷം ഉണ്ടായിട്ടും ഇപ്പോൾ പിണറായി സഖാവിന് ഭൂരിപക്ഷം MLA-മാരുണ്ടായപ്പോൾ അതിനു മുമ്പ് ഇതിൽ കുറവായ ഭൂരിപക്ഷം നിലനിൽക്കുമ്പോഴും അന്ന് ഏകകക്ഷികളെയായ കോൺഗ്രസിനെയും അതുപോലെ തന്നെ NCPയെയും PC ജോർജ് ഉൾപ്പെടെയുള്ള കേരള കോൺഗ്രസിനെയും ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തിയ ചരിത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായിരുന്നത്. അതിൽ തന്നെ NCPക്ക് 2 അംഗങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇവരുടെ പറച്ചിലും പ്രവൃത്തിയും തമ്മിലുള്ള അന്തരം നമുക്ക് കാണാൻ കഴിയുന്നു. ഇപ്പോൾ ഏക അംഗങ്ങളായ ആളുകളെ മന്ത്രിസഭയിലേക്ക് എത്തിക്കുക എന്ന ദൗത്യം 2.5 വർഷം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഏറ്റെടുക്കുന്നു. തീർച്ചയായും മുന്നണി സംവിധാനത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ആ മുന്നണിക്ക് അധികാരമുണ്ട്. മുന്നണിയിലെ കക്ഷികളെ ആലോചിച്ച് ആ കക്ഷികൾക്കെല്ലാം പ്രാതിനിധ്യം കൊടുക്കാൻ വേണ്ടി അങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയും. എന്നാൽ ഒരു ഘടകകക്ഷിയെ മാത്രം മാറ്റി നിർത്തിയിരിക്കുന്നു. എന്തിൻ്റെ പേരിൽ? ആ ഘടകകക്ഷിയെ ഒഴിവാക്കി മറുപടി പറയാനുള്ള ബാധ്യത മുന്നണി നേതൃത്വത്തിനുണ്ട്, വിശേഷ്യ മുഖ്യമന്ത്രിക്കുണ്ട്. ഒരു ഘടകകക്ഷിയെ മാറ്റി നിർത്തിയിരിക്കുക. ആ ഘടകകക്ഷിയെ സംബന്ധിച്ചിടത്തോളം മാറ്റി നിർത്തിയ ഘടകകക്ഷി എന്ന് പറയുന്നത് കേരളത്തിൽ സത്യസന്ധമായി നമ്മൾ പരിശോധിച്ചാൽ ഇന്ന് എടുക്കപ്പെടുന്ന 2 മന്ത്രിമാരുടെ പാർട്ടിയേക്കാൾ കൂടുതൽ കേരള സംസ്ഥാനത്തെമ്പാടും പ്രവർത്തകരുള്ള ഒരു പാർട്ടി അതാണ്. പാർട്ടി ബേസ്ഡാണ് എങ്കിൽ, അംഗത്വത്തിൻ്റെ ബേസ്ഡാണ് എങ്കിൽ അദ്ദേഹവും ഏകാംഗനാണ്. അദ്ദേഹത്തിനെ മന്ത്രിസഭയിലേക്ക് എടുത്തിട്ടില്ല. അതാണ് അതിൻ്റെ വിരോധാഭാസം. മറ്റൊന്ന്, ഈ മന്ത്രിസഭയിലെ സംബന്ധിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത് ബി ജെ പിയുടെ സഖ്യകക്ഷിയായ ഒരു രാഷ്ട്രീയ പാർട്ടി, ആ ഘടകകക്ഷിയായ ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി കേരളത്തിൽ മന്ത്രിസഭയിൽ തുടരുന്നു. NCPയെ ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ മുന്നണിയിൽ നിന്ന് പുറത്താക്കിയതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് NCP ശ്രീമാൻ ഷൺമുഖദാസും കേരളത്തിൽ പരിണതപ്രജ്ഞരായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കാൻ മുൻകൈയെടുത്ത് ശ്രമിച്ച ശ്രീമാൻ ഷൺമുഖദാസിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന കോൺഗ്രസ് അന്ന് NCP ലയിച്ചു. ഞാൻ അടക്കമുള്ളവർ NCP ലയിച്ചു. ആ NCP പിന്നീട് BJPയുമായി സഹകരിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ BJPയുമായി അതിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ശരത് പവാർ 1-2 വട്ടം ചർച്ച ചെയ്യപ്പെട്ടു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അന്ന് NCPയെ മുന്നണിയിൽ നിന്ന് പോലും പുറത്താക്കിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, അന്ന് സഖാവ് പിണറായി വിജയനാണ് CPMൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, ആ മുന്നണിയിൽ നിന്ന് പുറത്താക്കി. പക്ഷേ അന്നത്തെ കേരള നേതൃത്വം, അവിടെയാണ് വിരോധാഭാസം ഉയർത്തിക്കാണുന്ന കേരള നേതൃത്വം തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പമായിരിക്കും ഞങ്ങൾ നിൽക്കുന്നത്. അല്ലാതെ ഞങ്ങൾ ദേശീയ തലത്തിൽ NCP BJPയോടൊപ്പം പോയാലും BJPയോടൊപ്പം നിലനിൽക്കില്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പമായിരിക്കും നിലനിൽക്കുക എന്ന് അസന്നിഗ്ധമായി അന്ന്
ശ്രീ ഷൺമുഖദാസും സിറിയക് ജോണും അടക്കം ശശീന്ദ്രൻ അടക്കമുള്ള നേതാക്കന്മാർ പറഞ്ഞിട്ട് പോലും അന്ന് NCPയെ മുന്നണിയിൽ നിന്ന് പുറത്താക്കി. എന്നാൽ ഇന്ന് ശ്രീ കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ ശ്രീ മാത്യു ടി തോമസിൻ്റെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്നും അവർ ദേശീയ നേതൃത്വത്തെ തള്ളിപ്പറഞ്ഞിട്ടില്ല, പരസ്യമായി തള്ളിപ്പറഞ്ഞിട്ടില്ല. അവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിലകൊള്ളുന്നു. അവിടെയാണ് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ വികൃതമായ വിരോധാഭാസം നമുക്ക് നോക്കിക്കാണാൻ കഴിയുന്നു. അവിടെയാണ് ഞാൻ പറഞ്ഞു വന്ന ഇത്തരത്തിലുള്ള നിരവധിയായ വിരോധാഭാസങ്ങൾ നിറഞ്ഞ ഒരു മുന്നണിയായി ഇത് മുൻപോട്ട് പോകുന്നു. കേവലം എങ്ങനെയും തട്ടിക്കൂട്ടി ഭരണം മുൻപോട്ട് പോവുക. അപ്പോൾ താൻ പറഞ്ഞാൽ കേൾക്കുന്ന, താൻ ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കുകയും നിൽക്കാൻ പറയാൻ നിൽക്കുകയും ചെയ്യുന്ന കൂട്ടരെ തൻ്റെ സഹവർത്തികളായി മുന്നോട്ട് കൊണ്ടുപോകുക. അവിടെ മുന്നണിയുടെ നേതൃത്വത്തിനോ മുന്നണിയുടെ ഉയർച്ച കാട്ടാനോ മുന്നണിയുടെ മൂല്യം ഉയർത്തിക്കാട്ടാനോ ശ്രമിക്കുന്നില്ല. മറിച്ച് തൻ്റെ താല്പര്യം സംരക്ഷിക്കുക എന്ന നിലപാടാണ് പിണറായി വിജയൻ എടുത്തത് എന്നാണ് കഴിഞ്ഞ 2-3 ഘട്ടമായി 10-15 വർഷക്കാലത്തെ രാഷ്ട്രീയം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. VS സർക്കാർ കാലഘട്ടത്തിൽ അന്ന് ഈ ഒറ്റ ഏകകക്ഷികളായ 3 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ അകറ്റി നിർത്തി. അന്ന് VSനോട് അനുകൂലിച്ച് നിന്നു എന്ന കാരണത്താൽ PC ജോർജ് VSൻ്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനായിരുന്നു എന്നതിൻ്റെ പേരിൽ PC ജോർജ് മന്ത്രിസഭയിലേക്ക് വരരുത് എന്ന വാശി സഖാവ് പിണറായി വിജയനുണ്ടായിരുന്നു. അപ്പോൾ വ്യക്തിപരമായ വാശിയും വ്യക്തിപരമായ വിരോധവും മനസ്സിൽ കരുതി കൂട്ടി വെച്ചുകൊണ്ട് പോവുക, അല്ലാതെ ഒരു മുന്നണിയുടെ മൂല്യം ഉയർത്തിപ്പിടിക്കാനോ മുന്നണിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനോ അല്ല ഈ സർക്കാരും ഈ മുന്നണിയും ശ്രമിക്കുന്നത് എന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് ഞാനിവിടെ ചൂണ്ടിക്കാട്ടിയത്. ഇത് മുൻപോട്ട് കൊണ്ടുപോകുന്നത് തീർച്ചയായും ഈ മുന്നണിയുടെ ഒരു വിനാശകരമായ അവസ്ഥാവിശേഷത്തിലേക്ക് കൊണ്ടെത്തിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. യാതൊരുവിധമായ മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കാത്ത ഒരു മുന്നണി ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ജനകീയ താല്പര്യങ്ങൾ ഒന്നും സംരക്ഷിക്കാൻ മുൻപോട്ട് വരുന്നില്ല. മുഖ്യമന്ത്രി ഏതോ ഒരു ലോകത്ത് ജീവിക്കുന്നു. മുഖ്യമന്ത്രി ആ ലോകത്ത് കേരള സംസ്ഥാനത്തെ സാധാരണക്കാരായ ജനവിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹം മുൻപോട്ട് പോകുന്നില്ല. ഏറ്റവും അവസാനമായി ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് മുഖ്യമന്ത്രിക്ക് കാരവൻ വാൻ സൃഷ്ടിക്കാൻ പോകുന്നു എന്നാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഹെലികോപ്റ്റർ മുഖ്യമന്ത്രിയുടെ ഉപയോഗത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് റുപ്യ വാടക കൊടുത്ത് മേടിച്ചിട്ട് വാടകയ്ക്ക് വാങ്ങിയിട്ടിരിക്കുന്നു. ഇപ്പോൾ കാരവനിലേക്ക് നീങ്ങുന്നു. ഇത് എന്താണ്, ഈ കൊച്ചു കേരളത്തിന് എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് തീർച്ചയായും ഈ ചിന്തിക്കുന്ന ഒരു തലമുറ മുൻപോട്ട് വരാനും, അത് എനിക്ക് പ്രിയപ്പെട്ട DYFI SFI നേതൃത്വത്തോട് പറയാനുള്ളത്, നിങ്ങൾ തീർത്തും അതിലെ ഒരു തിരുത്തൽ ശക്തിയായി നിന്നുകൊണ്ട് തെറ്റിനെ ഉയർത്തിക്കാട്ടി തെറ്റായി തന്നെ കാണുവാൻ കഴിയുന്ന ഒരു നേതൃത്വത്തെ കഴിഞ്ഞ കാലങ്ങളിൽ വളർത്തിയിട്ടുള്ള യുവജന വിദ്യാർത്ഥി നേതൃത്വം ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ച് മുൻപോട്ട് വരണം. ഞാൻ പറയുന്നതിൽ അശേഷം രാഷ്ട്രീയമായി കാണാതെ ഇതിൻ്റെ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി, യാഥാർത്ഥ്യത്തെ കണ്ട് യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ചിന്തിക്കുവാനും, ഇത്തരം പോക്ക് പലപ്പോഴും പറയുന്നുണ്ട് ബംഗാൾ അനുവർത്തിക്കാൻ പോവുകയാണ് കേരളമെന്നും. ബംഗാൾ അനുവർത്തിക്കാൻ ഈ കൊച്ചു കേരളവും പോകുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങൾ നമ്മുടെ കൺമുമ്പിലൂടെ കടന്നു പോവുകയാണ്. 1000 ഉദാഹരണങ്ങൾ നമ്മുടെ കൺമുമ്പിലുണ്ട്. അപ്പോൾ അവിടെയാണ് ഈ രാഷ്ട്രീയ ച്യുതി സംഭവിക്കുന്നത്. അവിടെയാണ് DYFI എന്ന് പറയുന്ന യുവജന വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെയും വിദ്യാർത്ഥി വിപ്ലവ പ്രസ്ഥാനമായ SFI എന്ന് പറയുന്നതും പത്തി മടക്കി അവരും ഇന്ന് നേതാക്കന്മാർ കോശാന പാടുകയും നേതാക്കന്മാർ തെങ്ങിൽ കിടക്കുന്നത് മാങ്ങയാണ് എന്ന് പറഞ്ഞാൽ അതേ മാങ്ങയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൈയടിക്കുവാനും ശ്രമിക്കുന്ന ഒരു നാണംകെട്ട സ്ഥിതിവിശേഷത്തിലേക്ക് കേരളത്തെ ഇടതുപക്ഷ പുരോഗമനം എന്നൊക്കെ പറയുന്ന പ്രസ്ഥാനം കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്ന ദയനീയമായ അവസ്ഥ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ എനിക്ക് ഈ സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വിപ്ലവകരമായ നടപടികൾ നടപ്പിലാക്കുന്നു എന്ന് പറയുന്ന യുവജന വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരും അല്ലെങ്കിൽ അതിൽ അണിനിരക്കാൻ ശ്രമിക്കുന്നവരുമായിട്ടുള്ള ആളുകൾ പുനർചിന്തനം നടത്തേണ്ട സമയം സമാഗതമായിരിക്കുന്നു. ഇത്തരം കോമാളിത്തത്തെക്കുറിച്ച് നിങ്ങളുടേതായ വേദികളിൽ
തലയുയർത്തി തൻ്റെ ഇടത്തോടുകൂടി അഭിപ്രായം പറയാൻ കഴിവുള്ള ഒരു നേതൃത്വമായി മാറ്റിയെടുക്കുവാൻ നിങ്ങൾക്ക് ആ നേതൃത്വത്തിന് കഴിയുമാറാകട്ടെ. അതിലൂടെയെങ്കിലും ഒരു മാറ്റം ഈ കൊച്ചു കേരളത്തിനുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.